Good morning students, welcome to chemistry class. We discussed in the previous class about matter. So what is actually matter? Anything that has a mass and occupy a space is called a matter. Then we conducted a small exam, but some of you got wrong answers. I don't know why. So please revise the chapter and do the exam once again. Okay, and find out where did you get mistaken. Okay, so now we discussed about matter and we understand what is matter. What is matter? It is anything that has a mass and occupy a space. What about gases? Gases are matter or not? Yes, absolutely. Gases are matter because it has a mass and it has a volume. I will send one more link today. Please watch that video also. Then you can understand it more. Okay. Then today we are going to discuss about the properties of matter. What are the properties of matter? Then you can see നമ്മൾ മാറ്റർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാറ്റർ എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരൊറ്റ പാർട്ടിക്കിളാണോ ഓർ എ മാറ്റർ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് ടൈനി പാർട്ടിക്കിൾസ്? മാറ്റർ എന്ന് പറയുന്നത് ഒരൊറ്റ വലിയ പാർട്ടിക്കിളാണോ അല്ലെങ്കിൽ മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസിനെ കൊണ്ടാണോ? ഏതായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? യെസ്, മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസിനെ കൊണ്ടാണ്, അല്ലാതെ മാറ്റർ ഒരു വലിയ ഒരൊറ്റ പാർട്ടിക്കിളല്ല. ഓക്കെ, ഇപ്പോൾ ലൈക്ക് സാൻഡിലൊക്കെ കണ്ടോ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട്. അപ്പോൾ അതേപോലെ ഒരുപാട് സ്മോൾ ടൈനി പാർട്ടിക്കിൾസ് ആർ കമ്പൈൻ ടുഗെദർ ടു ഫോം എ മാറ്റർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാറ്ററിൻ്റെ ഈ പാർട്ടിക്കിൾസിൻ്റെ മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഈ പാർട്ടിക്കിൾസിന് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉള്ളത്? ഓക്കെ, ദെൻ വാട്ട് ഈസ് ദാറ്റ് സ്മോൾ പാർട്ടിക്കിൾ കോൾഡ്? ദാറ്റ് ഈസ് കോൾഡ് ആറ്റംസ്. So every matter in this universe made up of atoms. Okay, so ആറ്റംസിനെ കൊണ്ടാണ് നമ്മളുടെ യൂണിവേഴ്സിന് എല്ലാ മാറ്ററും എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമ്മളിപ്പം ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. സോ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് particles of matter. Okay, so there are four properties of the particles. Which are they? First one, the particles of matter are very very small. Let's consider making a glass of water, making a glass of sugar solution or sugar water. We are taking some sugar and we are dissolving sugar in a glass and we stir it well. What happened? The sugar get dissolved, the sugar soluble in water, isn't it? Yes. Can we able to see the sugar particle in that solution? No. After dissolving the sugar, we cannot able to see the sugar particle in the solution. Why? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്? ബിക്കോസ് നമ്മൾ കണക്കാക്കപ്പെട്ടുള്ളത് ഒരു ടൈനി, യു ക്യാൻ സീ ഹിയർ എ ടൈനി ഓർ എ സിംഗിൾ ഷുഗർ ക്രിസ്റ്റൽ contain millions, okay, more than that is more sugar molecule in one sugar grain than the number of sugar grain in the world. നമ്മളുടെ ഈ ലോകത്തുള്ള മുഴുവൻ പഞ്ചസാര എടുത്ത് നോക്കിയാലും അതിനേക്കാൾ കൂടുതൽ പാർട്ടിക്കിൾസ് ഏതിലുണ്ട്? ഈ ഒരു കുഞ്ഞ് ഒരു തരി പഞ്ചസാരയിൽ അത്രയും പാർട്ടിക്കിൾസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മാറ്ററിൽ എത്രമാത്രം പാർട്ടിക്കിൾസ് ആയിരിക്കും അല്ലേ ഒരു മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് എന്താണ്? സോ വാട്ട് ഈസ് ഫസ്റ്റ് പ്രോപ്പർട്ടി? ദ പാർട്ടിക്കിൾസ് ഇൻ എ മാറ്റർ ഇസ് വെരി വെരി സ്മോൾ. ദേ ആർ വെരി ടൈനി ഇൻ നേച്ചർ. സോ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്? ദേ ആർ വെരി ടൈനി, ദേ ആർ വെരി സ്മോൾ ഇൻ നേച്ചർ. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തു, നന്നായിട്ട് സ്റ്റിർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കാണാം? യെസ്, ദ ഷുഗർ മോളിക്യൂൾ ഗെറ്റ് ഡിസോൾവ്ഡ് അല്ലേ? ഷുഗർ മോളിക്യൂൾ വെള്ളത്തിൽ
സോളിബിളായിട്ട് പോകും. അപ്പം അത് എങ്ങോട്ടാണ് അവർ പോയത്? എങ്ങോട്ടായിരിക്കും പോകുന്നത്? ബിക്കോസ് ദ പാർട്ടിക്കിൾസ്, ആ ഷുഗർ പാർട്ടിക്കിൾസ് പോയിട്ടുള്ളത് നമ്മളുടെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, വാട്ടർ മോളിക്യൂൾ ഉണ്ട്. ഇതിൽ വാട്ടറിലേക്കാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ, വാട്ടറിൻ്റെ ആറ്റത്തിൻ്റെ ഇടയിൽ എന്തുണ്ടാകും? സ്പേസ് ഉണ്ടാകും. ആ സ്പേസിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ പോയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ എന്തായിരിക്കും? ദ പാർട്ടിക്കിൾസ് ഇൻ എ മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പഞ്ചസാര, ഒരു സ്പൂണൊക്കെയാണ് ഒരു ഗ്ലാസ്സിലേക്ക് ഇടുന്നതെങ്കിൽ അത് ഡിസോൾവ് ചെയ്ത് പോകും. നമ്മൾ ഒരുപാട് പഞ്ചസാര ആഡ് ചെയ്താൽ നമുക്ക് കാണാം താഴെ ഇങ്ങനെ പഞ്ചസാര ഇൻസോളിബിൾ ആയിട്ടില്ലേ, ഡിസോൾവ് ചെയ്യാതെ താഴെ അടിഞ്ഞു കിടക്കും. അത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ ആഡ് ചെയ്ത പഞ്ചസാരയൊക്കെ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്ക് പോയി ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാരക്ക് പോയി നിൽക്കാൻ അവിടെ എന്തില്ല? സ്പേസ് ഇല്ല. അങ്ങനെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ആ പഞ്ചസാര എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ചെയ്യാതെ താഴെ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ്? ഓൾ ദി പാർട്ടിക്കിൾസ് ഇൻ എ മാറ്റർ കണ്ടെയ്ൻ സ്പേസസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പം പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ടാകും? സ്പേസ് ഉണ്ടാകും. അത് ഓരോ സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ സോളിഡുള്ള സ്പേസ് വ്യത്യാസമായിരിക്കും, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സ്പേസ് വ്യത്യാസമായിരിക്കും, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സ്പേസ് വ്യത്യാസമായിരിക്കും. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഠിക്കാം. ഇനി ഇപ്പോൾ 2 പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ദ പാർട്ടിക്കിൾസ് ആർ വെരി സ്മോൾ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ മൂവിങ് കണ്ടിന്യൂസ്ലി. Okay, what are the third property of particle? Particles are moving continuously. They are continuously moving. ഒരു മാറ്ററിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാം. നമുക്കറിയാം ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദനത്തിരി. ഓക്കെ, അപ്പം നമ്മളൊരു റൂമിൻ്റെ ഒരു കോർണറിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചെന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് സ്മെൽ സ്പ്രെഡ്സ് ഓൾ ഓവർ ദി റൂം അല്ലേ? നമുക്കതിൻ്റെ സ്മെല്ല് എല്ലാ സ്ഥലത്തും കിട്ടും. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ വെൻ വി ആഡ് എ ഡ്രോപ്പ് ഓഫ് ഇങ്ക്, നമ്മളൊരു തുള്ളി മഷി നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ആ മഷി ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുകയാണോ ചെയ്യുക? ഇല്ല. നിങ്ങൾക്കത് കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുക? ആ മഷി ഇങ്ങനെ ആ ഇങ്ക് ഇങ്ങനെ ത്രൂ ഔട്ട് വാട്ടറിൽ സ്പ്രെഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും നടക്കുന്നത്? ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ് അല്ലേ? ഇങ്ക് എന്താണ്? ഒരു മാറ്ററാണ് അല്ലേ? അപ്പോൾ ആ ഇങ്കിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്. അതേപോലെ തന്നെ ഇൻസെൻസ് സ്റ്റിക്ക്, നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ സ്മോക്ക് അല്ലേ, അതിൻ്റെ സ്മെല്ല് എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആ സ്മോക്കിലുള്ള പാർട്ടിക്കിൾസ് ദ ഗ്യാസസ് കണ്ടിന്യൂസ്ലി മൂവിങ്. അതുകൊണ്ടാണ് അതിൻ്റെ സ്മെല്ല് എന്ത് ചെയ്യുന്നത്? അത് റൂമിൽ ഒന്നാകെ എത്തുന്നത്. അപ്പം ഇങ്ങനെ, അതായത് ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിന് ഒരു പേരുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയാം. വാട്ട് ഈസ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ്? ഡിഫ്യൂഷൻ. സോ നമുക്ക് എങ്ങനെ ഡിഫ്യൂഷനെ ഡിഫൈൻ ചെയ്യാം? ഡിഫ്യൂഷൻ ഈസ് നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് എനിത്തിങ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ മണം എവിടെയായിരിക്കും കൂടുതലുണ്ടാവുക? ആ ചന്ദനത്തിരിയുടെ തൊട്ടടുത്തുള്ള ചുറ്റുള്ള സ്ഥലത്തായിരിക്കും കൂടുതലുണ്ടാവുക അല്ലേ? ഇനി അതിൻ്റെ മണം ഏറ്റവും കുറവ് എവിടെ ആയിരിക്കും? അതിന്ന് കുറച്ച് ആ ചന്ദനത്തിരിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സ്പേസിലായിരിക്കും ഇല്ലേ, സ്ഥലത്തായിരിക്കും ആ ചന്ദനത്തിരിയുടെ മണത്തിൻ്റെ ഒരു തിക്നെസ് അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ കുറവ്. അപ്പം എവിടെ നിന്നായിരിക്കും മണം പോവുക? കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും പോവുക. അപ്പോൾ അതൊരു നാച്ചുറൽ ലോ ആണ്. നമ്മളുടെ ഈ നാച്ചുറൽ സംഭവിക്കുന്നത് എന്തും കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് പോവുക. ഫോർ എക്സാമ്പിൾ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് എങ്ങനെ വെള്ളം വരുന്നത്? മുകളിൽ നിന്ന് താഴേക്കല്ലേ? അപ്പോൾ ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും വെള്ളം വീഴുക. ഒരിക്കലും ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് പോവില്ല? ഹൈറ്റ് കൂടിയ ഭാഗത്തേക്ക് വെള്ളം താനെ ഒഴുകൂല. ഓക്കെ, ക്ലിയർ? അതേപോലെ തന്നെ നമ്മളൊരു ഒരു പേപ്പറോ നമ്മൾ എന്തെങ്കിലും മുകളിലേക്ക് ഇട്ടാൽ അത് നേരെ മുകളിലേക്ക് പോയില്ല, അത് താഴേക്ക് തന്നെ വരും. കാരണം മുകളിൽ നിന്ന് എപ്പോഴും
താഴത്തേക്ക്, ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം നാച്ചുറൽ എപ്പോഴും കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് നാച്ചുറലായിട്ട് എല്ലാം ഒക്കറിയുള്ളൂ. അപ്പോൾ ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്, മൂവ്മെൻറ്റ് ഓഫ് എനിത്തിങ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡിഫ്യൂഷൻ എന്ന് പറയാം. ഇനി ഈ ഡിഫ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അപ്പം നിങ്ങൾ പറയണം അത് എന്താണ് ഫാക്ടർ എന്ന്. മീൻസ് ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അമ്മ അടുക്കളയിൽ നിന്ന് നല്ല ബിരിയാണി കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. സോ നമ്മളങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ബിരിയാണിയുടെ മണം അടുക്കളയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? നമ്മളുടെ വീട് മൊത്തം അല്ലേ, അതിൻ്റെ പ്രദേശത്തൊക്കെ ചിലപ്പം നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കിട്ടും. അങ്ങനെ നല്ല മണമുള്ള നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിലും നമുക്ക് കിട്ടും. എന്തുകൊണ്ടായിരിക്കും? പക്ഷേ നേരെ മറിച്ച് ഒരു തണുപ്പുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു ഭക്ഷണത്തിൻ്റെ സ്മെല്ല് നമുക്കത് കിട്ടില്ല. പക്ഷെ ചൂടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ല് നമുക്ക് വേഗം കിട്ടും. ചൂടില്ലാത്ത ഭക്ഷണത്തിൻ്റെ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പം ഏത് ഫാക്ടറായിരിക്കും ഡിഫ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? യെസ്, ടെമ്പറേച്ചർ. ഓക്കെ, സോ ഈ ഡിഫ്യൂഷനും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഡിഫ്യൂഷൻ കൂടും. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടും. അപ്പം നമുക്ക് പെട്ടെന്നാണ്, അതുകൊണ്ടാണ് നമുക്ക് മണം പെട്ടെന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡിഫ്യൂഷൻ? ക്ലിയർ ആയല്ലോ. ഇറ്റ് ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയാം? ഡിഫ്യൂഷൻ എന്ന് പറയാം. ആൻഡ് ടെമ്പറേച്ചർ ഇസ് ഡിപ്പെൻഡ് ഓൺ ദി ഡിഫ്യൂഷൻ റേറ്റ് അല്ലേ. ഡിഫ്യൂഷൻ റേറ്റ് ഇസ് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. കൂടുതൽ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മളുടെ എന്താ തേർഡ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾ. എന്താണ്? ദ പാർട്ടിക്കിൾസ് ഓഫ് എ മാറ്റർ ഇസ് കണ്ടിന്യൂസ്ലി മൂവിങ്. അത് ഓരോ സ്റ്റേറ്റിൽ വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ, സോളിഡിലുള്ള പാർട്ടിക്കിൾസ്, സോളിഡ് ഒരു മാറ്ററാണ്, സോളിഡിലുള്ള പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് കുറവായിരിക്കും. ഓക്കെ, പക്ഷേ എയറിലും ലിക്വിഡിലൊക്കെ ഉള്ള പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നില്ലേ, വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ വാട്ടറിലുള്ള അല്ലെങ്കിൽ ആ ലിക്വിഡിലുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. എയർ ഇങ്ങനെ നല്ല സ്പീഡിലല്ലേ മൂവ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അവിടെ പാർട്ടിക്കിൾസ് സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് പാർട്ടിക്കിൾ ഇസ്, ലാസ്റ്റത്തെ പ്രോപ്പർട്ടിയാണ് ദി പാർട്ടിക്കിൾസ് അട്രാക്ട് ഈച്ച് അതർ. പാർട്ടിക്കിൾസ് അട്രാക്ട്സ് ഈച്ച് അതർ. ഓക്കെ, പാർട്ടിക്കിൾസ് അട്രാക്ട്സ് ഈച്ച് അതർ. ദാറ്റ് ഈസ് എ ഫോർത്ത് പ്രോപ്പർട്ടി ഓഫ് പാർട്ടിക്കിൾ. നിങ്ങൾ നോക്കാം, ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇതാ. So I'm taking a spoon. Can I break the spoon? നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, ഇല്ല. ഇനി I am taking a chalk. What about a chalk? What about breaking a chalk? We can easily break the chalk, isn't it? Then what about through this water? Can we cut the water? Can we cut our hand through the water? Yes, we can cut easily through the water. നമുക്ക് വെള്ളത്തിൽ കൂടി നമ്മളുടെ കൈ വളരെ ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും അല്ലേ, എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇനി വാട്ട് അബൌട്ട് അവർ എയർ? നമ്മളുടെ എയറിൽ നമ്മളുടെ കൈയൊന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു എയറിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാൾ വെള്ളത്തിലേക്കാൾ ഈസി ആയിട്ട് നമുക്ക് എയറിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് സ്പൂണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ചോക്ക് നമുക്ക് ബ്രേക്ക് ചെയ്യാം. വാട്ടറിൽ കൂടിയും എയറിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് കൈയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പം എന്തുകൊണ്ടായിരിക്കും? അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷൻ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒന്നിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതും ചിലതിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ഫോർത്ത് പ്രോപ്പർട്ടി എന്താണ്? ദ പാർട്ടിക്കിൾസ് ഓഫ് അട്രാക്ട് ഈച്ച് അതർ. ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഈ വാട്ട് അബൌട്ട് ദ സ്പൂൺ? ഈ സ്പൂണൊരു മാറ്ററാണ് അല്ലേ. സ്പൂണിലുള്ള പാർട്ടിക്കിൾസ് എന്താകുന്നുണ്ട്? വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കുക, ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ഗെയിമൊക്കെ കളിക്കാറുണ്ട് അല്ലേ. നമ്മൾ പരസ്പരം ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട്, കുറേ കുട്ടികൾ പരസ്പരം കൈ കോർത്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കൈ പൊട്ടിക്കാൻ നോക്കണം. അങ്ങനെയല്ലേ കോഴിയും കുറുക്കനും? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കോഴിയും കുറുക്കനും നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറുക്കൻ കോഴിയെ പിടിക്കാൻ വരുമ്പം ആ രണ്ട് കുട്ടികൾ തമ്മിൽ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കൈ ശരിക്കും പൊട്ടിച്ചാൽ കുറുക്കൻ എന്ത് ചെയ്യാം? വേഗം കോഴിയെ പിടിക്കാം. പക്ഷേ ആ കുട്ടികൾ കൈ പിടിച്ചത് വളരെ സ്ട്രോങ് ആയിട്ടാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ കൈ എന്ത് ചെയ്യാൻ പറ്റില്ല? പൊട്ടിക്കാൻ പറ്റില്ല.
ഇത് തന്നെയാണ് അട്രാക്ഷൻ. പാർട്ടിക്കിൾസ് വളരെ സ്ട്രോങ് ആയിട്ടാണ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പൂണിൻ്റെ ഒക്കെ കേസിൽ, അതേപോലെ ഡെസ്ക്, നമുക്ക് ഡെസ്കിനെ എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പം അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റാത്തതിലെ കേസിൽ എന്തായിരിക്കും, പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്തത് വെരി സ്ട്രോങ്ലി. ഓക്കെ. പക്ഷേ ചോക്കിലൊക്കെ എന്താണ്, ചോക്കിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. സോ ചോക്കിലെ മോളിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറച്ച് വീക്കാണ്. വാട്ട് അബൌട്ട് വാട്ടർ ആൻഡ് എയർ? വാട്ടറിൽ അട്രാക്ഷൻ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറവായതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. എയറിൽ അതിനേക്കാൾ അട്രാക്ഷൻ വളരെ വീക്കാണ് എയറിൽ, അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് എയറിനെ കട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ദീസ് ആർ ദി 4 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? യെസ്, ദേ ആർ വെരി സ്മോൾ ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ദേ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ദേ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. നാലാമത്തെ പ്രോപ്പർട്ടി, ദേ അട്രാക്ട് ഈച്ച് അതർ. സോ ദീസ് ആർ ദി 4 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. വിച്ച് ആർ ദി 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, അല്ലേ? മാറ്റർ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അതായത് ഈ പ്രോപ്പർട്ടീസിനൊക്കെ വെച്ച്, ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച 4 പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ദേ ആർ സ്മോൾ, ദേ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം, ദേ ആർ അട്രാക്ട് ഈച്ച് അതർ, ദേ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മാറ്ററിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പം നിങ്ങൾ നോക്കുക, ഇതാണ് ഒരു സോളിഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത് പാർട്ടിക്കുലർ നേച്ചറാണ്. അതായത് മാറ്റർ ഒരുപാട് കുഞ്ഞു പാർട്ടിക്കിൾസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സോളിഡ് കൺസിഡർ ചെയ്യുക. സോളിഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കൂ. അടുപ്പിച്ചാണ് പാർട്ടിക്കിൾസ് വെച്ചിട്ടുള്ളത്, അല്ലേ? പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് ഉണ്ടോ? ഇല്ല. തൊട്ടടുത്താണ് 2 പാർട്ടിക്കിൾ ഉള്ളത്. അപ്പോൾ പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് വളരെ കുറവാണ്, അല്ലേ? സ്പേസ് വളരെ കുറവാണ്. അപ്പം എന്തായിരിക്കും സോളിഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷൻ? ദേ അട്രാക്ട് വെരി സ്ട്രോങ്ലി, അല്ലേ? നല്ല കോർത്തടുത്താണ് പാർട്ടിക്കിൾസ് വെച്ചിട്ടുള്ളത്. സോ ഇവിടെ അട്രാക്ഷൻ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസോ വളരെ കുറവായിരിക്കും. വാട്ട് അബൌട്ട് ദി മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്? മൂവ്മെൻറ്റ് ഉണ്ടാവുമോ പാർട്ടിക്കിൾസിന്? കാരണം നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുകയാണ്, സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് മൂവ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ സോളിഡിലുള്ള പാർട്ടിക്കിൾസൊക്കെ എന്തേ ചെയ്യുള്ളൂ? അവരിങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ കഴിയില്ല. പകരം അവരവരുടെ പൊസിഷനിൽ ചെറിയൊരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ഗ്യാസ്? നിങ്ങൾ ഗ്യാസിലൊന്ന് നോക്കൂ. ഗ്യാസിൽ നമ്മളൊരു പാർട്ടിക്കിൾസ് എടുത്ത് നോക്കിയാൽ പാർട്ടിക്കിൾസ് എണ്ണം തന്നെ വളരെ കുറവാണ്, അല്ലേ? സോ വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വെരി ഹൈ, അല്ലേ? പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? അവർ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും, അല്ലേ? വെരി ലോ ആയിരിക്കും. എന്ത്? യെസ്, ദേ ഹാവ് അട്രാക്ഷൻ ഇസ് വെരി ലോ ഇൻ കേസ് ഓഫ് ഗ്യാസ്. അപ്പോൾ അട്രാക്ഷൻ കുറവായതുകൊണ്ട് എന്തായിരിക്കും? അവർ തമ്മിൽ അടുത്ത് നിൽക്കില്ല. അതുകൊണ്ട് അവർ തമ്മിൽ എന്തുണ്ടാകും? ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ദ സ്പേസ് ബിറ്റ്വീൻ 2 പാർട്ടിക്കിൾസ്? സ്പേസും കൂടുതലായിരിക്കും, അട്രാക്ഷൻ കുറവായിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ? ദേ ക്യാൻ മൂവ് ഫ്രീലി. അട്രാക്ഷൻ കുറവായതുകൊണ്ട് എന്താണ്? അവർക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു അമ്മ കുട്ടീനെ നല്ല ശ്രദ്ധിക്കുന്ന അമ്മയാണെങ്കിൽ, എപ്പോഴും പുറത്ത് കളിക്കാനൊന്നും പോവല്ലേ, അപ്പോൾ എപ്പോഴും അട്രാക്ഷൻ കൂടുതലുള്ള ഒരു അമ്മയാണെങ്കിൽ ആ കുട്ടി അവിടെ നിന്ന് അനങ്ങൂല, അല്ലേ? നേരെ മറിച്ച് അട്രാക്ഷൻ കുറവുള്ള ഒരു അമ്മയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? വളരെ ഹി ഹാസ് വെരി ഫ്രീ ടു മൂവ്, അല്ലേ? അവർക്ക് എന്തും ഫ്രീ ആയിട്ട് ചെയ്യാൻ, എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. സോ അട്രാക്ഷൻ കൂടിയാൽ അത് തമ്മിലുള്ള സ്പേസ് കുറയും, മൂവ്മെൻറ്റ് കുറയും. അട്രാക്ഷൻ കുറഞ്ഞാൽ സ്പേസ് കൂടും, മൂവ്മെൻറ്റ് കൂടും. ദെൻ ലിക്വിഡിലെ കേസ് നോക്കൂ. ലിക്വിഡിൻ്റെ സ്പേസ് എന്തായിരിക്കും? മിഡിൽ. സോളിഡിൻ്റെ അതേപോലെ ഗ്യാസിൻ്റെയും മിഡിൽ ആയിട്ടായിരിക്കും എല്ലാം വരിക. അട്രാക്ഷൻ ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസ്, മൂവ്മെൻറ്റ് ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസ്, അല്ലേ? അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹാസ് എ ഫിക്സഡ് ഷേപ്പ്, ഹാസ് എ ഫിക്സഡ് വോളിയം, വെരി ഹാർഡ് ടു കംപ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ ഇന്ന് വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് എഴുതിയതാണ് ഇത്. ഓക്കെ. അപ്പം മിസ് എന്ത് ചെയ്യാം? ഈ PDF സെൻഡ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒന്ന് നല്ലോണം മനസ്സിലാക്കി വെക്കുക. ഇപ്പം നോട്ട് സബ്മിഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കൊക്കെ സ്കൂളിലായിരിക്കും. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നമുക്ക് നോട്ട്സ് ബാക്കി എഴുതിയാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ
നന്നായിട്ട് ക്ലാസ് കേൾക്കുക. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.